ഇപ്പോൾ തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ട വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? പൊതുനിരത്തുകളിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന അവസ്ഥയിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈവിംഗ് മാനേഴ്സ് എന്നൊരു സംഭവം നമ്മുടെ കേരളത്തിലെ ഒരു റോഡിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിപ്പോൾ ഞാൻ ഓട്ടോ ഓടിക്കുന്ന സമയത്താണെങ്കിലും ഇതിന് മുമ്പാണെങ്കിലും ഒരു ഡ്രൈവിംഗ് സംസ്കാരം എന്ന് പറയുന്ന സംഭവം നമുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. കൂടാതെ കയ്യൂക്കുള്ള ആളുകൾ, അതായത് ബസ്സുകാരായാലും ടോറസ് ആയാലും പ്രൈവറ്റ് കാറായാലും ന്യൂ ജനറേഷൻ ബൈക്ക് ഉപയോഗിച്ച് നടക്കുന്ന ആളുകളായാലും അവരൊക്കെ കാര്യക്കാരെന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവരെ അപമാനിച്ചുകൊണ്ടും അല്ലെങ്കിൽ നമ്മളൊന്ന് നോക്കിയാൽ പോലും അവരെ തെറി വിളിച്ചുകൊണ്ടും സ്വന്തം റോഡ് പോലെയാണ് അവർ തോന്നിയ പോലെ അഭ്യാസം കാണിച്ചിട്ട് റോഡ് കൂടെ വണ്ടി ഓടിച്ചു പോകുന്നത്. ഇതൊക്കെ എതിർക്കാൻ നിയമപാലകർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? കാരണം നിയമപാലകർക്ക് അവരുടേതായ ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അത് എൻ്റെ അടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ളതാണ്. നാടിന് വേണ്ടി പണിയെടുത്തിട്ട് കാര്യമില്ല, സ്വന്തം വീടിന് വേണ്ടിയിട്ട് പണിയെടുത്തിട്ട് കാര്യമുള്ളൂ എന്ന്. കാരണം നാടിന് വേണ്ടി പണിയെടുക്കുകയാണെങ്കിൽ ശത്രുക്കളുടെ എണ്ണം കൂടുന്നു. ഒരു ഉദ്യോഗസ്ഥൻ ഒരു വാഹനം പിടിച്ചെടുത്തു അല്ലെങ്കിൽ ഒരു വാഹനത്തിന് പിഴയിടാൻ ശ്രമിച്ചു എങ്കിൽ ഉടൻ ആ വ്യക്തി, ഈ വണ്ടി ഓടിച്ച വ്യക്തി ആരാണോ, ഇനിയിപ്പോൾ ഒരു മദ്യപിച്ച് അപകടം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരാളെ ഇടിച്ച് കൊന്നു എന്ന് തന്നെ വിചാരിക്കുക, പരമാവധി ഒരു ബസ്സുകാരന് ഡ്രൈവർക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ 6 മാസം ലൈസൻസ് സസ്പെൻഡ് ചെയ്യും, 6 മാസം കഴിഞ്ഞ് അവൻ വണ്ടിയെടുത്ത് ബസ് ഓടിക്കൽ തുടങ്ങും. അല്ലെങ്കിൽ പരമാവധി കിട്ടുക വകുപ്പ് ചേർക്കുക മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. ഈ ഒരു വകുപ്പാണ് അതിൽ ചേർക്കേണ്ടത്. അപ്പോൾ ഒരുപാട് പ്രഷർ സഹിച്ചുകൊണ്ടാണ് റോഡ് കൂടെ സാധാരണക്കാരൻ വണ്ടി ഓടിക്കുന്നത്. ധിക്കാരപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, ഓപ്പോസിറ്റ് വരുന്ന വണ്ടി രാത്രി കാലങ്ങളിൽ ഡിമ്മടിക്കാത്ത പ്രശ്നങ്ങൾ, സാധാരണ ഒരു ഓട്ടോറിക്ഷക്കാരൻ അല്ലെങ്കിൽ ഒരു സ്കൂട്ടറുകാരൻ ഇരുട്ടത്ത് വെളിച്ചം കുറവാന്ന് പറഞ്ഞിട്ട് അഡീഷണൽ ആയിട്ടൊരു ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ MVD വന്നത് അഴിപ്പിക്കും. ബസ്സുകാർ 10-12 ലൈറ്റ് കത്തിച്ച് പോകണമെന്നും MVD കാണുന്നില്ല. MVD കാണാണ്ടല്ല, കാരണം MVDക്ക് മാസമായിട്ട് എല്ലാ മാസവും ബസ് മുതലാളിയുടെ വക കൃത്യമായിട്ടുള്ള മാസപ്പടി അവിടേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ MVDക്ക് ആക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ട്. പോലീസുകാർ നടപടി എടുത്തു കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥൻ വിളിച്ചു പറയും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഇടപെടും, ആ വണ്ടിയെ വിടാൻ പറയും. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, പിടിപാടില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ള ലൈറ്റ് ഊരി കൊണ്ടുപോകും. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യും. കാറുകാരൻ സീറ്റ് ബെൽറ്റ് ഇടാണ്ട് പോയാലോ അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഇടിച്ച് കൊന്നാൽ പോലും അത് കേസാവുന്ന സമയത്ത് അല്ലെങ്കിൽ കോടതിയിലെത്തുന്ന സമയത്ത് ഈ ഡ്രൈവ് ചെയ്ത ആളടക്കം മാറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒഫൻസ് ചെയ്ത വ്യക്തി മദ്യപിച്ചിട്ടില്ല അല്ലെങ്കിൽ വാഹനത്തിൻ്റെ തകരാറ് എന്നൊക്കെ ആക്കി മാറ്റും. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ബസ്സുകാരുടെ തെമ്മാടിത്തരം എന്ന് പറഞ്ഞാൽ അവർക്ക് സമയത്തിൻ്റെ പ്രശ്നമാണ് അവർ പറയുന്ന ഏറ്റവും വലിയ ന്യായീകരണം. 2 അറ്റം കൂട്ടിമുട്ടിക്കാനുള്ള വട്ടം, മറ്റുള്ളവരെ കൊന്നിട്ടാണ് 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്നത്. ഇപ്പോൾ ടോറസുകാരും ഇതേപോലെ അക്രമം തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് രാവിലെ സമയങ്ങളിൽ വണ്ടി ഓടാൻ പറ്റില്ല. അപ്പോൾ കിട്ടുന്ന സമയങ്ങളിൽ അവർ പരമാവധി സ്പീഡിലാണ് പോകുന്നത്. ഇനി സ്പീഡിൽ പോയാൽ തന്നെ വഴിയിൽ പോലീസുകാരുടെ വക ചെക്കിങ് ഉണ്ടാവും. അത് എല്ലാ വണ്ടിക്കും മാമൂലാണ് 500 രൂപ. അത് ഒരു സ്ഥലത്ത് അടച്ചാൽ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അടയ്ക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഡെയിലി 500 രൂപ ഏതെങ്കിലും ഒരു പോലീസ് ചെക്കിങ്ങിൽ അടയ്ക്കണം. പിന്നെ പോലീസുകാർ ഈ വണ്ടിക്ക് കൈ കാണിക്കാൻ നിൽക്കുമോ? അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ അവരുടേതായ സ്പീഡിൽ അവർ ഓടാൻ നിൽക്കും. ബസ്സുകാരുടെ സ്പീഡിൽ ഓടാൻ നിൽക്കും. കാറുകാർക്ക് അതിൻ്റേതായ സ്പീഡ്, ബൈക്കുകാർക്ക് അതിലും വലിയ സ്പീഡ്. ഇതിൻ്റെ ഇടയിൽ കൂടെ കടന്ന് നരയിക്കുന്നത് സാധാരണക്കാരായ സ്കൂട്ടർ യാത്രക്കാരും ഓട്ടോറിക്ഷക്കാരും. ചില ഓട്ടോറിക്ഷക്കാരും മോശമൊന്നുമില്ല, ഇൻഡിക്കേറ്റർ എന്താണെന്നറിയില്ല, ഹോൺ എന്താണെന്നറിയില്ല, ഇതൊന്നും അറിയാത്ത ഓട്ടോറിക്ഷക്കാർ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു വിലപ്പെട്ട സംഭവമാണ്. ഒരാൾ ഒരു വാഹനം ഇടിച്ച് മരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നേരെ മറിച്ച് ഒരു ബെഡ് റഷ് അല്ലെങ്കിൽ കിടപ്പിലായ അവസ്ഥ, 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ ബെഡിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാരുടെ മാനസികാവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇടിച്ചിട്ട് പോകണവനെ ഇടിച്ചിട്ട് പോവാം. 2 ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബന്ധുവിനെ ഏതൊരു ബൈക്ക് പുറകിൽ നിന്ന് വന്ന് ഇടിച്ചു, നിർത്താണ്ട് പോയി. ഇവിടെ കൊണ്ടാഴിയിലൊരു വാർത്ത കേട്ടു. കൊണ്ടാഴി ഭാഗത്ത് ഒരു കാറ് ഒരു വഴിയാത്രക്കാരെ ഇടിച്ച് തെറിപ്പിച്ചു, അയാൾ മരണപ്പെട്ടു. ആ കാറ് നിർത്താണ്ട് പോയി. അപ്പോൾ ഇടിച്ചിട്ട് നിർത്താണ്ട് പോകാനൊക്കെ എളുപ്പമാണ്. 1 സെക്കൻഡ് മതി ഒരു ജീവൻ ഇല്ലാണ്ടാക്കാൻ. പരമാവധി എല്ലാ ഡ്രൈവർമാരുടെ ഒരു അപേക്ഷയാണ്, സേഫായിട്ട് വാഹനം ഓടിക്കുക, നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക, മറ്റുള്ളവരൊരു വിലപ്പെട്ട ജീവൻ കളയാതെ നോക്കുക. ഇതൊരു അപേക്ഷയായിട്ട് കണക്കാക്കുക.